ഹലോ ഗെയ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനത് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്. അപ്പോൾ അതാ നമ്മളൊരു സ്ഥലം വരെ പോകുന്നു. അപ്പോൾ പോകുന്ന വഴിയൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു കേട്ടോ. ഇത് ഗൂഡല്ലൂരാണ്. ഗൂഡല്ലൂർ തുറപ്പള്ളി പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും കാടൊക്കെ ആയിട്ട് നല്ലൊരു വൈബാണ് കേട്ടോ പോകുന്ന ആ വഴിയൊക്കെ. അപ്പോൾ അതാ അമ്മക്കുട്ടിയൊക്കെ ആണെങ്കിൽ ഇതാ I20 അങ്ങനെ കയറിയിരിക്കുകയാണ്. ഏട്ടനുണ്ട്, ഏട്ടത്തിയമ്മയുണ്ട്, രേശേട്ടനും ഞാനും അപ്പുവാണ് കേട്ടോ. അമ്മുകുട്ടി ഇതാ സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ കാറിലിങ്ങനെ ഇരിക്കുകയാണ് വഴിയൊക്കെ നോക്കിക്കൊണ്ട്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മളൊരു മെൻ്റലി റിട്ടയർഡ് ചൈൽഡ് ഒരു ഓർഫനേജിലേക്കാണ് പോണത് കേട്ടോ. ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ കാണാനായിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ കുട്ടനെയും കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് കേട്ടോ. ഇടയ്ക്കെന്ന് വെച്ചാൽ നമ്മളൊരു ഇയർലി ഒരു 2 പ്രാവശ്യമൊക്കെ പോകാറുണ്ട്. അവിടെ ഏടത്തിയമ്മേൻ്റെ പേരക്കുട്ടീൻ്റെ പിറന്നാളാണ് കേട്ടോ. അവരാണെങ്കിൽ ലണ്ടനിലാണ് ഉള്ളത്. അപ്പോൾ കുഞ്ഞു ബേബിക്ക് 2 വയസ്സ്, അവരവിടെ സെറ്റിൽഡാണ്. അപ്പോൾ ആ കുഞ്ഞു ബേബീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഓർഫനേജിലേക്കാണ് പോണത്. അവിടെ ഇതാ ഫിസിക്കലി ഡിസേബിൾഡായ കുട്ടികളാണ് ഉള്ളത് കേട്ടോ. നമ്മൾ അപ്പുക്കുട്ടൻ്റെ ഒക്കെ പോലെയുള്ള കുട്ടികൾ എന്തൊരു ഹാപ്പിയാന്നൊക്കെ നിഷ്കളങ്കമായ കുട്ടികൾ കേട്ടോ. നമ്മൾ പോകുമ്പോഴത്തേനും ഒക്കെ ഏജ് ആയിട്ടുണ്ട്, കുട്ടികളായിട്ടല്ല, ഇച്ചിരി കൂടെ ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. എല്ലാവർക്കും ചെറുതായിട്ടുള്ള ഓരോരോ പ്രോബ്ലങ്ങളാണ് മെൻ്റലി. അപ്പോൾ നമ്മളെ ബർത്ത്ഡേ അവരെപ്പോഴും ബർത്ത്ഡേ അവിടെയാണ് ആഘോഷിക്കാറ് കേട്ടോ. അപ്പം നമ്മൾ അപ്പുക്കുട്ടനെയും കൊണ്ട് പോകുമ്പോൾ അവിടെ കാണുമ്പോൾ മക്കളെയൊക്കെ കാണുമ്പോൾ ഒരു സങ്കടമാണ്. എന്നാലും അവിടെ പോയെന്ന് അവർക്ക് മക്കൾക്ക് കണ്ട് സംസാരിച്ചൊക്കെ വരുമ്പോഴത്തേനും എന്തോ ആ ഒരു ഫീലിംഗ് ആണ്. എന്നാലും നമ്മൾ പോകും കേട്ടോ. അപ്പോൾ അത് അപ്പുക്കുട്ടനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മുക്കുട്ടിയാണെങ്കിൽ എല്ലാവർക്കും ഷൈക്കൻ്റൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ഒരു ചെക്കനുണ്ട് അവിടെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ കിഷാനാണ് പേര് കേട്ടോ. നമ്മളെ ബർത്ത്ഡേ കുട്ടീൻ്റെ പേര് 2 വയസ്സാവുന്നുള്ളൂ. അപ്പോൾ 2ാം വയസ്സിൻ്റെ പിറന്നാളാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അമ്മുക്കുട്ടീനെ കുറേ വിളിച്ച് അമ്മുക്കുട്ടിക്ക് എന്തോ ഒരു പേടി എന്തോ ഒരു ഇതുപോലെ. അപ്പോൾ അവിടെയുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ കേക്കൊക്കെ മുറിക്കണത്. അപ്പോൾ ഏട്ടനും ഏടത്തേമ്മയും എല്ലാവരും ഉണ്ട്. അപ്പോൾ അതാ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ ആ കേക്ക് കട്ട് ചെയ്യണ നോക്കിയിട്ട് ബാക്കിയുള്ള കുട്ടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ കുറേ ചെക്കന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ അവർക്കെല്ലാം കഴിക്കാനൊക്കെ കൊടുക്കും. ഇപ്പോൾ 10-20 കുട്ടികളടക്കം ഉണ്ട് കേട്ടോ അവിടെ, ചേച്ചിമാരും ഒക്കെ ഏജ് ആയിട്ടുണ്ട്. എന്നാലും എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ എന്താണെന്ന് വെച്ചാൽ ഈശ്വരൻ എന്തിനാ ഇങ്ങനെ സൃഷ്ടിക്കണമെന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കും. ദൈവം ഉണ്ടോ എന്ന് ഓർക്കും. ദൈവം ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല, അത്രയേ ഉള്ളൂ. മനസ്സിലെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഭൂമിയിൽ ആകോട്ട് പ്രാവശ്യം ജനിക്കുന്നതെന്നാണ് എൻ്റെ ഇത്. പിന്നെ അപ്പോൾ നമ്മൾ നല്ലൊരു രീതിയിൽ മക്കളെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് അവർക്ക് ഒന്ന് എണീറ്റ് നടക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനും സ്കൂളിൽ പോയി പഠിക്കാനും അങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവില്ലേ. അപ്പോൾ ഈശ്വരൻ ഇങ്ങനെയും കുറേ ആൾക്കാരെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ എൻ്റെ അപ്പുക്കുട്ടനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ അപ്പുക്കുട്ടനെ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു അപ്പുക്കുട്ടനെ ഇവിടെ നിർത്തുന്നുണ്ടോ, അപ്പുക്കുട്ടൻ ഇവിടെ നിൽക്കുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ പറയും. അത് കേൾക്കുമ്പോൾ ഉള്ളിൽ അറിയാണ്ടൊരു വിങ്ങലും പൊട്ടലൊക്കെയാണ്, ഒരു ടെൻഷൻ, ഒരു വൈബ്രേഷൻ നെഞ്ചിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാരൻസ്, ഞാനും ചേട്ടനും ജീവിച്ചിരിക്കുന്ന കാലം വരെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടാവില്ല. കഴിഞ്ഞിട്ട് പിന്നെ നമ്മളില്ലാണ്ടാകുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് അത് ഈശ്വരന് വിട്ടു കൊടുത്തിരിക്കണു. അപ്പോൾ അതുവരെ ഇപ്പോൾ ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാ. പക്ഷേ എങ്കിലും എന്താണെന്നറിയോ, നമ്മളിങ്ങനെ ഒരു സ്ഥാപനത്തിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സെൽഫ് സ്റ്റാൻഡിങ് സിറ്റിംഗ് ഒക്കെ ഉള്ള മക്കളാണ്. ഇവരൊക്കെ നടക്കുന്ന പിള്ളേരല്ലേ. അപ്പോൾ അവർക്ക് ഒന്നും കൂടെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ അവരവിടെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അതൊക്കെ ആയിട്ട് അവർക്കതൊരു ഇവർക്ക് ചിലവർക്ക് അച്ഛനമ്മയൊന്നും ഇല്ല, പിന്നെ ജോലിക്കാരാകുമ്പോൾ അങ്ങനെ മക്കളിവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുക, അങ്ങനെയൊക്കെയാണ് ഓരോരോ ആൾക്കാരുണ്ടത്. പിന്നെ അച്ഛനമ്മ ഇല്ലാത്ത കുറേ മക്കളുണ്ട്, മരിച്ചു പോയവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലൊക്കെ കൊണ്ടുവിടുന്ന കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്ക് എല്ലാവർക്കും കഴിക്കാൻ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഇതാ ചോറ് കേട്ടോ. ചോറും സാമ്പാർ, അവിയൽ, പയറുതോരൻ, ചിക്കൻ ഫ്രൈ. ഇതാ ഒരമ്മ ഉണ്ടോ, എന്തൊരു നിഷ്കളങ്കമാണ് അവരമ്മ ഫേസ് കാണാനായിട്ട്. നമ്മളിതാ ഇതുപോലെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി അവരെയൊക്കെ ഒന്ന് കാണുമ്പോൾ നമുക്ക് നമ്മളെ എന്താ പറയുക, ഈശ്വരന് ഇങ്ങനെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഭൂമിയിൽ നമുക്ക് തോന്നിപ്പോകുന്നു കേട്ടോ. അപ്പോൾ അത് അവർക്കുള്ള ഫുഡൊക്കെയാണ് കേട്ടോ അത്. അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പതുക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്പുക്കുട്ടനാണെങ്കിൽ അവിടെ പോയപ്പോൾ ഒരു മൂഡ് ഓഫ് എന്താണെന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിലുണ്ടാവും ഇതുപോലെ വയ്യാത്ത ആൾക്കാരെ കാണുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടാവും. അതൊന്നും അറിയില്ല, അവരിങ്ങനെ പതുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ.
അപ്പം അവിടെ കുറേ കുട്ടികളുണ്ട്. ചില കുട്ടികൾക്ക് ഓട്ടിസമാണ്, മെൻ്റലി പ്രോബ്ലം, ഫിസിക്കലി പ്രോബ്ലം ഉള്ളവരൊക്കെ ഉണ്ട്. ഓട്ടിസം ഉള്ളൊരു ചെക്കനുണ്ട് കേട്ടോ, ഇച്ചിരി വലിയ ചെക്കനാണ്. അവന് സ്വന്തം കൈയൊക്കെ കടിച്ച് ഇങ്ങനെ ചോര വരുത്തിക്കും. അവന് പെയിൻ അറിയില്ല, വേദന എന്താണെന്ന് അറിഞ്ഞൂടാ അവന്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അത് അവർക്കൊക്കെ കഴിക്കാനൊക്കെ കൊടുത്ത് അതാ ഞങ്ങളും കഴിച്ച്